നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ ആദ്യമായി ദ ഡോം എന്ന് ആധുനിക കൂടാരം ഒരുക്കി മലയാളിയും സംഘവും മണലാരണ്യങ്ങളിൽ വിസ്മയം തീർത്തിരിക്കുകയാണ്. റാസൽ ഖൈമയിൽ എമിറേറ്റ്സ് റൗണ്ട് എബൌട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അകത്തേക്ക് മാറി മരുഭൂമിയിലൊരുക്കിയ ദ ഡ്യൂൺസിലാണ് ഇതാദ്യമായി സോളാർ പാനൽ ഘടിപ്പിച്ചിട്ടുള്ള ആധുനിക കൂടാരങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 1 ഇത് ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങുമെന്ന് സംരംഭകരായ ഷാബു കോര വാണിപ്പുരയ്ക്കൽ പറഞ്ഞു. റിറ്റ്സ് കാർട്ടൺ റിസോർട്ടിന്റെ അതിർത്തിയിൽ 2 കിലോമീറ്റർ ചുറ്റളവിലാണ് കൂടാരങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് മണലാരണ്യത്തിന്റെ വിശാല വന്യതയിലേക്ക് ചേക്കാറാനൊരു താവളം. അതേസമയം നഗര സൗകര്യങ്ങൾ ലഭ്യമാക്കുകയും വേണം. അതാണ് ഡ്യൂൺസ് ലക്ഷ്യമിടുന്നത്. മരുഭൂമിക്ക് നടുവിൽ ഗാഫ് മരങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന പ്രദേശം അക്ഷരാർത്ഥത്തിൽ പച്ചത്തുരുത്താക്കിയിരിക്കുകയാണ്. അടുത്ത സമയത്ത് മഴ ലഭിച്ചതോടെ എങ്ങും പച്ചിലത്തഴമ്പ് നിറഞ്ഞത് കണ്ണിന് വിരുന്നാകുന്നു. ചുറ്റും പരമ്പരാഗത ഇമറാത്തി ഗ്രാമങ്ങൾ ഉള്ളതിനാൽ ഒട്ടകക്കൂട്ടം മേഞ്ഞു നടക്കുന്നതും കാണാം. തനി ചൈനീസ് നിർമ്മിതമാണ് ഈ കൂടാരം. ഉള്ളിലെ ചൂട് ക്രമീകരിക്കാനുള്ള എക്സ്റ്റോസ് ഫാൻ പ്രവർത്തിക്കുന്നത് സോളാർ വൈദ്യുതിയിലാണ്. എന്തെങ്കിലും പുതുമ വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ചൈനയിൽ നേരിട്ട് പോയി ഈ കൂടാരം വാങ്ങിയതെന്ന് ഷാബു പറഞ്ഞു. ഇതിനൊപ്പം സുരക്ഷയ്ക്കും സൗകര്യത്തിനും പ്രാധാന്യം നൽകണമെന്ന് ചിന്തിച്ചതോടെ ഈ കൂടാരം മതിയെന്ന് ഉറപ്പിക്കുകയായിരുന്നു. പാമ്പുകളുടെയും മറ്റും ശല്യം ഉണ്ടാകാതിരിക്കാൻ തറനിരപ്പ് നിന്ന് ഉയർത്തിയാണ് കൂടാരം നിർമ്മിച്ചിരിക്കുന്നത്. ഇഴജന്തുക്കൾ അകന്നു നിൽക്കാൻ മണൽ അതിരുകൾ മിശ്രിതം തളിക്കാറുമുണ്ട്. 2 പേർക്കും കിടക്കാവുന്ന കട്ടിലും ആധുനിക ശുചിമുറികളും ചേർന്നതാണ് ഒരു ഡോം. അതിവേഗത്തിൽ വീശുന്ന കാറ്റിനെയും മഴയെയും പ്രതിരോധിക്കാൻ കൂടാരത്തിന് ശേഷിയുണ്ട്. 5 പ്രീമിയം കൂടാരങ്ങൾക്കൊപ്പം 5 ഡീലക്സും ഉണ്ട്. ഇതിൽ ശൗചമുറികളില്ലെന്ന് വ്യത്യാസം മാത്രം. വിശാലമായ മണൽപ്പരപ്പിൽ കുളിർമ പെയ്യും രാവിൽ സുരക്ഷിതമായ ആകാശം കണ്ട് കിടക്കാമെന്നതാണ് ഡോമിന്റെ പ്രത്യേകത. ഇതിനു പുറമെ മരത്തലപ്പുകളിൽ തൊട്ടു നിൽക്കാവുന്ന ട്രീ ഹൗസുകളും ഒരുക്കിയിട്ടുണ്ട്. മരത്തൊലി കൊണ്ട് തന്നെ ഇതിന്റെ പുറംഭാഗം പൊതിഞ്ഞിരിക്കുന്നതും ഏറെ ആകർഷകമാണ്. കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കൃത്രിമ കിളിക്കൂടുകളും ഇവിടെ മരങ്ങൾ തൂക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗാഫ് മരവും വെട്ടിക്കളയാതെ പരിപാലിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ ചുവട്ടിൽ പ്രകാശവിന്യാസം നടത്തിയിരിക്കുന്നത് മൂലം രാത്രി ദൃശ്യം ചേതോഹരമാണ്. കൂടുതൽ പ്രവാസി മലയാളി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.